റൊമേനിയ എന്ന രാജ്യത്തിൻ്റെ മധ്യഭാഗത്തായിട്ട് ട്രാൻസിൽവാനിയ എന്ന് പറഞ്ഞൊരു പ്രദേശമുണ്ട്. ആ ട്രാൻസിൽവാനിയ എന്ന് പറഞ്ഞ പ്രദേശത്തിൻ്റെ ഏറ്റവും വലിയ നഗരമായിട്ടുള്ള നഗരം എന്ന് പറയാൻ പറ്റും, യെസ്, ഒരു വളരെ ഹെറിറ്റേജ് സിറ്റി ആയിട്ടുള്ള ബ്രാഷോ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഞാനുള്ളത്. ബ്രാഷോ എന്ന നഗരം. നമ്മൾ ഡ്രാക്കുള കോട്ടയൊക്കെ കണ്ടു. ഡ്രാക്കുള കോട്ടയിലൊക്കെ പരാമർശിക്കപ്പെടുന്ന ആ ഒരു കോട്ടയും ആ ഒരു സ്ഥലവുമൊക്കെ ഏകദേശം ഇതാണ്. ആ ബ്രാഷോ നഗരത്തിൻ്റെ കുറച്ച് കാഴ്ചകൾ കണ്ടിട്ട് നമുക്ക് ഇന്ന് ഇവിടെ നിന്ന് എങ്ങനെയാണെന്നറിയില്ല, എനിക്കിന്ന് ഹംഗറിയിലേക്ക് പോകണം, ബുദാപെസ്റ്റിലേക്ക് പോകണം. പക്ഷേ ഞാൻ ഇന്ന് എനിക്ക് അവിടെ എത്താൻ പറ്റുമെന്ന് എനിക്ക് അറിയത്തില്ല. കാരണം ഇവിടെ നല്ല ദൂരമുണ്ട്, ട്രെയിനും ബസ്സും ഒക്കെ എടുത്ത് പോകാണേലും നല്ല ദൂരമുണ്ട്. ബുദാപെസ്റ്റിലേക്കാണ് നമ്മൾ യാത്ര ചെയ്യേണ്ടത്. അപ്പോൾ എപ്പോൾ എത്തുന്നൊന്നും അറിയില്ല. എന്തായാലും ചോദിച്ച് നമുക്ക് ഇന്ന് ശരിക്കും പോകേണ്ടി വരും. ടെക് ട്രാവലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്ക് സ്വാഗതം. ബ്രാഷോ നഗരത്തിൻ്റെ കാഴ്ച നിങ്ങൾക്ക് ശരിക്കും ആസ്വദിക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ആകാശ ദൃശ്യം കണ്ടാൽ മാത്രമേ പറ്റുള്ളൂ. അതായത് ഇവിടുത്തെ കെട്ടിടങ്ങൾക്കെല്ലാം ഇതിൻ്റെ എല്ലാം മേൽക്കൂരകളെന്ന് പറയുന്നത് ബ്രൗൺ കളറിലെ ഓടുകൾ പാകിയ ഒരു മേൽക്കൂരയാണ്. ഒരുമാതിരിപ്പെട്ട എല്ലാ കെട്ടിടങ്ങൾക്കും അത്തരത്തിലുള്ളൊരു മേൽക്കൂരയാണ്. ട്രാൻസിൽവാനിയ എന്ന് പറഞ്ഞ പ്രദേശം തന്നെ ഇവിടുത്തെ വളരെ എന്താ പറയുക, ചരിത്രമുറങ്ങുന്ന ഒരു പ്രദേശം കൂടിയാണ്. പണ്ട് ഈ ഒട്ടോമാൻ്റെ ആൾക്കാരൊക്കെ ഈ ഒരു ഭാഗത്ത് കൈയടക്കാൻ വന്ന സമയത്തൊക്കെ അതുമായിട്ട് റിലേറ്റഡ് ആയിട്ട് പണിതൊരു കോട്ടയാണ് നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ട ഡ്രാക്കുള കോട്ട എന്ന് വരെ പറയുന്നുണ്ട്. അപ്പോൾ ആ ഒരു ബ്രാഷോ നഗരത്തിൻ്റെ ആകാശ ദൃശ്യമാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ ഒരു ബ്രാഷോ നഗര ഹൃദയത്തിലുള്ള ഒരു കൗൺസിൽ സ്ക്വയർ എന്ന് പറയുന്ന ഒരു സ്ക്വയറിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. വിൻ്റർ ആയതുകൊണ്ടാണ് ഇവിടെ ഫൗണ്ടൻ ഇല്ലാത്തത്. വിൻ്റർ കഴിയുമ്പോൾ ഫൗണ്ടൻ വരും. അപ്പോൾ ഈ കാണുന്നത് ഇവിടുത്തെ ഒരു കൗൺസിൽ ഹൗസാണ്. കൗൺസിൽ ഹൗസ് എന്ന് പറയുമ്പോഴത്തേക്കിനും അതിപ്പോൾ ഒരു മ്യൂസിയം ആക്കി മാറ്റിയിരിക്കുകയാണ്. ഈ ഒരു കൗൺസിൽ ഹൗസും പിന്നെ ഇതിനോടനുബന്ധിച്ചുള്ള കുറച്ച് കാഴ്ചകളും മറ്റുമൊക്കെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ആൾക്കാരൊക്കെ ഇങ്ങനെ നോക്കുന്നുണ്ട്. ഇവിടെ വലിയൊരു ക്രിസ്മസ് ട്രീ ഉണ്ടായിരുന്നു. ക്രിസ്മസ് ട്രീ എന്ന് പറയുമ്പോഴത്തേക്കിനും ക്രിസ്മസ് ഒക്കെ കഴിഞ്ഞെങ്കിലും ആ ക്രിസ്മസ് ട്രീ എടുത്ത് മാറ്റാനായിട്ട് കുറേ സമയം എടുക്കും. ഇവിടുത്തെ കെട്ടിടങ്ങളെന്ന് പറയുന്നത് എന്ത് ഭംഗിയാണെന്നറിയോ, ഒരു രക്ഷയില്ലാത്തൊരു കെട്ടിടമാണ്. അതായത് റൊമേനിയയിൽ എനിക്ക് സത്യം പറഞ്ഞാൽ ഇവരുടെ തലസ്ഥാന നഗരമായിട്ടുള്ള ബുക്കറസ്റ്റിനെ കാട്ടി എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സ്ഥലം എന്ന് പറയുന്നത് ബ്രാസോ ആണ്. ആ ഒരു ബ്രാസോ നഗരത്തിൻ്റെ ഒരു കാഴ്ച എന്ന് പറയുന്നത് അത് ശരിക്കും നയനാനന്ദകരമാണ് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഞാനിപ്പോൾ ഈ കൗൺസിൽ സ്ക്വയറിലൂടെ ഞാനിപ്പോൾ കുറച്ച് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാം. ഇവിടുത്തെ ഒരു മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് ബ്ലാക്ക് ചർച്ച് എന്ന് പറഞ്ഞൊരു ചർച്ചാണ്. ഞാനത് അങ്ങോട്ടേക്ക് പോവാം. അത് വേറൊരു ഭാഗമാണ്. അതിന് പോകുന്നതിന് മുമ്പായിട്ട് നമുക്ക് ഈ ഒരു ഭാഗമൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം. ഇതിനകത്ത് ധാരാളം എയർബിഎൻബികളും ഹോം സ്റ്റേകളും അപ്പാർട്ട്മെൻറ്റുകളും തുടങ്ങി ധാരാളം ടൂറിസ്റ്റുകൾക്ക് താമസിക്കാൻ പറ്റുന്ന പല ബഡ്ജറ്റിലുള്ള റൂമുകൾ അവൈലബിൾ ആണ്. ഞാൻ ഇന്നലെ ഇവിടെ തൊട്ട് മുമ്പിൽ തന്നെ ഉള്ള ഒരു ഹോട്ടലിൽ, പഴയ ഒരു ബിൽഡിംഗ് ആയിരുന്നു, പഴയ ഒരു ഹോട്ടലായിരുന്നു, ഞാൻ റൂം എടുത്തത് 3500 രൂപയ്ക്കാണ്. 1500 രൂപ 1000 രൂപ മുതൽ ഹോസ്റ്റലുകൾ ഇതിനകത്ത് തന്നെ അവൈലബിൾ ആണ്. ലക്ഷറി ഹോട്ടലുകൾ മുതൽ ചെറിയ ബഡ്ജറ്റ് ഹോസ്റ്റലുകൾ വരെ ഇവിടെ അവൈലബിൾ ആണ്. പുറത്ത് തണുപ്പൊന്നും ഒരു കാര്യമില്ല എന്നുള്ള രീതിയിൽ തണുപ്പൊന്നും വകവയ്ക്കാതെ ഈ ചൂടിൻ്റെ സാധനങ്ങളൊക്കെ വെച്ചിട്ട് പുറത്തിരുന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളെ നമുക്ക് കാണാൻ സാധിക്കും. ടൂറിസ്റ്റ് മെനു ആയിരിക്കും ഓൾമോസ്റ്റ് എല്ലാ സംഭവങ്ങളും. ഇവിടെയൊക്കെ അത്യാവശ്യം നല്ല കത്തിയുമായിരിക്കും. ഈ ഒരു ഏരിയ കാണാൻ ഏറ്റവും ഭംഗി രാത്രിയാണ്, വൈകുന്നേരങ്ങളിലാണ്. അൺഫോർച്ചുനേറ്റ്ലി ഇന്നലെ രാത്രിയിൽ 12:30-ക്കാണ് ഞാനിവിടെ എത്തുന്നത്. അതുകൊണ്ട് ഇവിടെ ആ സമയമായപ്പോഴത്തേക്കിനും എല്ലാം അവിടെ അടച്ചുപൂട്ടി ബന്ധായിരുന്നു. ഇപ്പോൾ എനിക്കിന്ന് രാവിലെ ഞാൻ ഡ്രാക്കുള കോട്ടയെല്ലാം കണ്ട് എനിക്കിന്ന് ഇവിടെ നിന്ന് തിരിച്ചു പോവുകയും വേണം. അതുകൊണ്ട് എനിക്ക് ഇന്നത്തെ രാത്രി കാഴ്ച ഇവിടെ എനിക്ക് പകർത്താൻ സാധിക്കില്ല. അതുകൊണ്ട് ഞാനൊന്ന് ഇതിന്ന് പകൽ കാഴ്ചയൊന്ന് കാണാം എന്ന് കരുതി ഇറങ്ങിയതാണ്. ധാരാളം റെസ്റ്റോറൻറ്റുകളുണ്ട്. എന്ത് നല്ല അടിപൊളി റെസ്റ്റോറൻറ്റുകളാണെന്നറിയോ. യൂറോപ്പിലൊക്കെ വന്നു കഴിഞ്ഞാൽ ഇതുപോലെയുള്ള കൊള്ളാവുന്നൊരു റെസ്റ്റോറൻറ്റിൽ കയറി ഫുഡ് കഴിക്കണമെങ്കിൽ മിനിമം ഒരു 10,000-2000 രൂപ ഒരാൾക്കാവും. അതാണ് ഇവിടുത്തെ ഒരു മെയിൻ സംഭവം എന്ന് പറയുന്നത്. ഭയങ്കര എക്സ്പെൻസീവാണ്. ഇവിടെ ഈ ബ്രാഷോ നഗരത്തിൻ്റെ തൊട്ട് ബാക്കിലായിട്ട് ഒരു മലയുണ്ട്. മലഞ്ചെരുവിൽ മലയുടെ താഴ്വാരത്തായിട്ടാണ് ഈ ഒരു നഗരം സ്ഥിതി ചെയ്യുന്നത്. ആ മലമുകളിലേക്ക് പോകാനായിട്ട് സമ്മറിൽ ഒരു കേബിൾ കാർ സർവീസ് ഉണ്ട്. വിൻ്റർ ആകുമ്പോഴത്തേക്കിനും അത് കേബിൾ കാർ ബന്ധായിരിക്കും, പൂട്ടിയിടും. പക്ഷേ വിൻ്ററിൽ നമുക്ക് ട്രക്ക് ചെയ്ത് കയറാൻ പറ്റും. ചെറിയ രീതിയിലുള്ള ട്രക്കിംഗ് ഒക്കെ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് ആ ഒരു മലയുടെ മുകളിലേക്ക് കയറി നടന്ന് ഇറങ്ങി വരാൻ പറ്റും. ഈ കാണുന്നതാണ് ആ മല. പക്ഷേ ഇപ്പം മൊത്തം മൂടി കിടക്കുകയാണ്. വിൻ്റർ അതിന് നല്ലൊരു സമയമല്ല. പക്ഷേ വിൻ്ററിൽ ട്രക്ക് ചെയ്ത് മാത്രമേ പോകാൻ പറ്റുള്ളൂ. സമ്മർ ആണെന്നുണ്ടെങ്കിൽ ഇത് പൊളിയായിരിക്കും, അടിപൊളിയായിരിക്കും. നമ്മുടെ നാട്ടിൽ ഈ നാട്ടുരാജ്യങ്ങളില്ലായിരുന്നോ, തിരുവിതാംകൂർ, കൊച്ചി, മലബാർ എന്നൊക്കെ പറഞ്ഞ പോലെ പല നാട്ടുരാജ്യങ്ങളുണ്ടായിരുന്ന പോലെ ഈ ഭാഗത്ത് പണ്ട് ഈ റൊമേനിയ എന്ന് പറയുന്ന ഈ രാജ്യമൊക്കെ ഉണ്ടാകുന്നതിന് മുമ്പായിട്ട് പണ്ട് കിങ്ഡം ഓഫ് ഹംഗറി എന്ന് പറഞ്ഞൊരു നാട്ടുരാജ്യമായിരുന്നു. പിന്നെ അതിനുശേഷം ഈസ്റ്റേൺ ഹംഗേറിയൻ കിങ്ഡം ഉണ്ടായിരുന്നു. പിന്നെ പ്രിൻസിപ്പാലിറ്റി ഓഫ് ട്രാൻസിൽവാനിയ എന്നും പറഞ്ഞുകൊണ്ടൊരു സ്ഥലം ഉണ്ടായിരുന്നു. ആ ഒരു പ്രിൻസിപ്പാലിറ്റി ഓഫ് ട്രാൻസിൽവേനിയ എന്ന് പറഞ്ഞ സ്ഥലത്തിൻ്റെ ഒരു പ്രധാന നഗരമായിരുന്നു ബ്രാസോ എന്ന് പറഞ്ഞ ഈ നഗരം. പിന്നെ ഗ്രാൻഡ് പ്രിൻസിപ്പാലിറ്റി ഓഫ് ട്രാൻസിൽവാനിയ ഉണ്ടായിരുന്നു, ഓസ്ട്രിയൻ എംപയർ ഉണ്ടായിരുന്നു, കിങ്ഡം ഓഫ് റൊമേനിയ ഉണ്ടായിരുന്നു. അങ്ങനെ പല നാട്ടുരാജ്യങ്ങളുണ്ടായിരുന്നു.
പിന്നീട് ഈ ഒട്ടോമാനും സോവിയറ്റ് യൂണിയനും അങ്ങനെ പല ആൾക്കാരും ഇങ്ങോട്ടും അങ്ങോട്ടും ഒക്കെ ഇങ്ങനെ വന്ന് അതിക്രമിച്ച് പിന്നീട് പല രാജ്യങ്ങളായി മാറിയാണ് നമ്മളിപ്പോൾ കാണുന്ന മൾഡോവയും റൊമേനിയയും ഹംഗറിയും ഒക്കെ ഇപ്പോൾ ഉണ്ടായി മാറിയിരിക്കുന്നത്. എന്നിട്ടും ഇപ്പോഴും രാജ്യമാവാത്ത ട്രാൻസ്നിസ്ട്രിയ പോലെയുള്ള പല സ്ഥലങ്ങളും നമ്മൾ പോയില്ലേ? യെസ്, അതൊക്കെയാണ്. അങ്ങനെയൊക്കെ പല സംഭവങ്ങളുണ്ടാവും. ഇനിയും വരും നമ്മുടെ ഈ ലോകത്ത് പുതിയ രാജ്യങ്ങൾ, അല്ലേ? അങ്ങ് ദൂരെ ആ കാണുന്നതാണ് ബ്ലാക്ക് ചർച്ച് എന്ന് പറയുന്ന ആ ഒരു ബ്ലാക്ക് ചർച്ച്. അതെന്താണ് ബ്ലാക്ക് ചർച്ച് എന്ന് പേര് വന്നതെന്നല്ലേ? അത് പണ്ടൊരു തീപിടുത്തത്തിൽ കറുത്ത പുകയെല്ലാം വന്ന് അത് കംപ്ലീറ്റ് കറുപ്പായിരുന്നു. പിന്നീട് കംപ്ലീറ്റ് അതിൻ്റെ ബ്ലിക്കും ബാക്കിയുള്ള സംഭവമെല്ലാം കറുത്ത നിറത്തിലായി മാറി തീ പിടിച്ചിട്ടൊക്കെയാണ് അങ്ങനെ സംഭവിച്ചതെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയാണത് ബ്ലാക്ക് ചർച്ച് എന്ന് പറഞ്ഞ പേര് വരുന്നത്. വളരെ മനോഹരമായിട്ടുള്ള ഒരു ജയൻ്റ് ഒരു ഇവിടെ കംപ്ലീറ്റ് ഡ്രാക്കുള ലെവലാണ് കേട്ടോ. എല്ലാ ഒരു ഭീകരത്വം നിറഞ്ഞ സംഭവങ്ങളാണ്. അങ്ങനത്തെ ഒരു പള്ളിയാണ്. നമുക്ക് അങ്ങോട്ടേക്ക് പോയാൽ പള്ളി ഒന്ന് കാണാം. എല്ലാ പ്രൈം സ്ഥലത്ത് പോയാലും അവിടുത്തെ ഒരു പ്രൈം ബിൽഡിങ്ങിൽ സ്റ്റാർബക്സ് ഉണ്ടാവും. അതാണ് അവിടുത്തെ ഒരു പ്രത്യേകത. ഈ പള്ളി ഉണ്ടല്ലോ, ഇത് ഭയങ്കര ജൈജാൻറ്റിക്കാണ് കേട്ടോ. പക്ഷെ എൻ്റെ ദൈവമേ, ഇത് വലുത് വലിയ പള്ളി ഇത്. അതിൻ്റെ സൈഡിൽ ഈ കാണുന്ന കെട്ടിടങ്ങളൊക്കെ കണ്ടില്ലേ? ഇതൊക്കെ എത്ര വർഷം പഴക്കമുള്ള കെട്ടിടങ്ങളായിരിക്കും. ഇതൊക്കെ പലതും മ്യൂസിയങ്ങളും പിന്നെ ഹോട്ടലുകൾ, അത് താമസിക്കാനുള്ള സ്ഥലങ്ങളൊക്കെയാണ്. അങ്ങനെ സ്ഥലങ്ങളൊക്കെയാണ്. ദിസ് ഈസ് ഹ്യൂജ് മാൻ. പണ്ട് കാലത്ത് ഇവിടെ ജർമ്മൻ ആളുകളുണ്ടായിരുന്നു. അവർ സാക്സൺ വിഭാഗത്തിൽപ്പെട്ട ആളുകളെന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. നമ്മൾ ഇന്നലെ കണ്ട ഡ്രാക്കുള കോട്ടയും അവരാണ് ആക്ച്വലി ഫസ്റ്റ് അവിടെ നിർമ്മിച്ചത്. അപ്പോൾ പണ്ട് കാലത്ത് ഈ സാക്സൺ വിഭാഗത്തിൽപ്പെട്ട ജർമ്മൻസ് ആയിട്ടുള്ള ആളുകളാണ് ഈ കാണുന്ന ചർച്ച് ഇവിടെ നിർമ്മിച്ചത്. 1476 ഗോത്തിക് സ്റ്റൈലിലുള്ള ഈ ഒരു ചർച്ച് ഇവിടെ നിർമ്മിച്ചത് എന്നാണ് ചരിത്രം പറയുന്നത്. ഗോത്തിക് സ്റ്റൈലിലുള്ള ഓൾമോസ്റ്റ് ഏത് ഒരു മോണുമെൻ്റ് അല്ലെങ്കിൽ ഏതൊരു ചർച്ചോ ഏതൊരു കെട്ടിടമോ എടുത്ത് നോക്കിയാലും നമുക്കൊരു ഭീകരത ഫീൽ ചെയ്യും. എല്ലാം ഏകദേശം ഈ ഒരു കറുത്ത കളറിൽ ഇതിപ്പോൾ കാണുമ്പോൾ തന്നെ നമുക്ക് എന്തൊക്കെയോ ഒരു ഭീകരത ഫീൽ ചെയ്യുന്നില്ലേ? അതേപോലെയൊക്കെയാണ് ഗോത്തിക് സ്റ്റൈലിലുള്ള കെട്ടിടങ്ങളെല്ലാം നമുക്ക് അത്തരത്തിലാണ് ഫീൽ ചെയ്യുന്നത്. നമ്മൾ പല സ്ഥലത്ത് നമ്മൾ UK-യിലും യൂറോപ്പിലൊക്കെ നമ്മൾ ഇതിനു മുമ്പൊക്കെ ട്രാവൽ ചെയ്ത സമയത്തൊക്കെ നമുക്ക് ഗോത്തിക് സ്റ്റൈലിലുള്ള ധാരാളം ചർച്ചുകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. നമ്മുടെ കേരളത്തിലും ഉണ്ട് ഗോത്തിക് സ്റ്റൈലിലുള്ളൊരു ചർച്ച്. ഏതാണെന്നറിയാവോ? ഒന്ന് കമൻറ്റ് ചെയ്യും, ഒന്ന് അറിയാമെന്നുണ്ടെങ്കിൽ. തീപിടുത്തത്തിലല്ല സത്യം പറഞ്ഞാൽ ഇതിനൊരു ഡാർക്ക് അപ്പിയറൻസ് കിട്ടിയത്, നഗരത്തിൻ്റെ പൊല്യൂഷൻ കാരണമാണ് എന്നും പറയപ്പെടുന്നുണ്ട്. അപ്പോൾ അങ്ങനെ പല കഥകളാണ് ഈ ഒരു പള്ളിയുടെ പേരിനെ സമീപിച്ച് ഇവിടെ ആക്ച്വലി പറയുന്നത്. ഈ ഒരു പള്ളിക്കകത്ത് കയറണമെങ്കിൽ ടിക്കറ്റ് എടുക്കണം. ടിക്കറ്റ് എടുത്തിട്ട് നമുക്ക് അകത്തേക്ക് കയറാം. ഇവിടെ നിന്ന് കണ്ട ടിക്കറ്റ് എടുക്കുന്നുണ്ട് തോന്നുന്നു. ഹൈ, ക്യാൻ ഐ ഗെറ്റ് 1 ടിക്കറ്റ്? ഹൗ മച്ച്? 25. ഓക്കെ, താങ്ക് യു. അവിടെ ഒരു സുവനീർ ഷോപ്പും കൂടിയായിരുന്നു അതിനകത്ത്. നല്ല അടിപൊളി സുവനീറുകളൊക്കെ കിട്ടും ഇവിടെ. ആ ഒരു പള്ളിയുടെ ചുറ്റുമുള്ള പലതരത്തിലുള്ള ബിൽഡിങ്ങുകളാണ്. അതിനകത്ത് കോളേജുകളും പിന്നെ ഇവിടുത്തെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസുകളും മറ്റുമൊക്കെ ഉണ്ട്. ഇതൊരു രക്ഷയില്ല കേട്ടോ. അതിൻ്റെ മേളിലൊരു ക്ലോക്ക് ഉണ്ട്. ആ ക്ലോക്ക് വർക്കിംഗ് ക്ലോക്കാണ്. അതും അടിപൊളി. ഭയങ്കര പെയിൻറ്റിംഗ് ഒക്കെ ചെയ്ത് നല്ല കുട്ടപ്പനാക്കി വെച്ചിരിക്കുകയാണ്. 25 ലേ കൊടുത്ത് ഞാൻ ടിക്കറ്റ് എടുത്ത്. എന്തായാലും ലെറ്റ്സ് ഗോ ഇൻസൈഡ്. എങ്ങനെയാണ് അകത്തുനിന്ന് നോക്കാം. അങ്ങനെ വുഡൻ ഡോറ് വലിച്ചു തുറന്ന് നമ്മൾ പള്ളിക്കുള്ളിലേക്ക് പോവുകയാണ്. ഇന്നത്തെ ഭയങ്കര തണുപ്പാണ്. ഭയങ്കര തണുപ്പെന്ന് പറഞ്ഞാൽ ഭയങ്കര തണുപ്പാണ്. ഇത് അത്ര വലിയ ഓ ഫാക്ടറൊന്നും ഇല്ല. 25 ലേ കൊടുത്ത് അകത്ത് കയറാനുള്ളൊരു സെറ്റപ്പൊന്നുമില്ല. അതായത് ഇവർ പഴയ സംഭവങ്ങൾ കുറേ റിനോവേറ്റ് ചെയ്തു. അതായത് മുകളിലൊക്കെ കണ്ടില്ലേ, അവിടെയൊക്കെ പെയിൻറ്റിങ്ങാണ് സാധാരണ വരേണ്ടത്. ആ പെയിൻറ്റിങ്ങൊക്കെ അവർ മാറ്റിയിട്ട് അവർ മറ്റേ പ്ലാസ്റ്റർ ചെയ്തു. 500 രൂപ കൊടുത്തിട്ടാണ് ഞാൻ ഇതിനകത്ത് കയറിയത്. മൊത്തത്തിൽ ഫുൾ മോഡിഫൈ ചെയ്ത് റിനോവേറ്റ് ചെയ്ത് കുട്ടപ്പനാക്കി വെച്ചിരിക്കുക. അവർ പഴമ ഫീൽ ചെയ്യുന്നില്ല. താഴെയൊക്കെ വുഡൻ മറ്റേ ഇത് വിരിച്ചിരിക്കുകയാണ്. പിന്നെ നമുക്ക് എല്ലാ പള്ളികളിലും കാണുന്ന പോലെ തടിയുടെ ബെഞ്ചുകൾ, വളരെ മനോഹരമായിട്ടുള്ള തടിയുടെ ബെഞ്ചുകൾ. കുറച്ചൊക്കെ സംഭവങ്ങളൊക്കെ അവിടെ ഉണ്ട്. പക്ഷേ ആ ഒരു പഴമ നഷ്ടപ്പെട്ടു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു മോഡേൺ ചർച്ച് പോലെയായി മാറി ഇതിനകത്ത് വന്നപ്പോഴത്തേക്കിനും. അത് കൊള്ളാമല്ലേ ബാക്കിലവിടെ കാണുന്നത്. സാധാരണ നമ്മൾ ഇതുപോലെയുള്ള ഗോത്തിക് സ്റ്റൈൽ പള്ളികളിൽ പോകുമ്പോഴത്തേക്കിനും നമുക്ക് കാണാൻ പറ്റുന്ന രീതിയിലുള്ള കാഴ്ചകളൊന്നും അല്ല കേട്ടോ ഇവിടെ കാണുന്നത്. ഇത് എൻറ്റയർലി ഡിഫറെൻ്റാണ്. പിന്നെ ഇവിടെ കുറച്ച്, അതായത് ഈ ഒട്ടോമാൻ രാജാക്കന്മാരുടെ സമയത്തുള്ള കുറച്ച് സംഭവങ്ങൾ ഇവിടെ വെച്ചിട്ടുണ്ട്. അതായത് ഈ ഒട്ടോമാൻ്റെ സമയത്ത് ഇവർ പല കാര്യങ്ങളും നടന്നിട്ടുണ്ടായിരുന്നു. ആ സമയത്തുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ സംഭവങ്ങളൊക്കെ ഇവിടെ മാറ്റി വെച്ചിട്ടുണ്ട്.
ഇതൊക്കെ ഇത് ഇരിക്കുന്ന സ്ഥലമല്ലേ? ഇത് മറ്റേ ഇരിക്കുന്ന സ്ഥലമാണല്ലോ ഇതൊക്കെ ഉണ്ടല്ലേ ഈ പ്രയറിൻ്റെ സമയത്തൊക്കെ സൈഡിൽ ഇങ്ങനെ ഇരിക്കുന്നതിന് വേണ്ടിയുള്ള സ്ഥലം. ഞാൻ വേറൊരു കാര്യം പറയാൻ മറന്നുപോയായിരുന്നു. ഇന്നലെ നമ്മൾ ഡ്രാക്കുള ക്യാസിൽ കാണാൻ പോയില്ലേ? ഡ്രാക്കുള ക്യാസിൽ. ആ ഡ്രാക്കുള ക്യാസിൽ ശരിക്കും ഈ കമ്മ്യൂണിസ്റ്റ് ഭരണം വന്ന സമയത്ത്, അതായത് സോവിയറ്റുകാർ വന്ന സമയത്ത് അത് നമ്മുടെ ഈ രാജകുടുംബത്തിൻ്റെ നിന്ന് വാങ്ങിച്ചിട്ട് അത് ഈ പബ്ലിക്കിൻ്റെ പ്രോപ്പർട്ടിയാണെന്നും പറഞ്ഞുകൊണ്ട് അത് കണ്ടുകെട്ടി എടുത്തിട്ട് അത് ആക്ച്വലി അവർ എന്താ പറയുക നശിപ്പിച്ച് കുറേ നശിപ്പിച്ച് വെറുതെ ഇട്ട് നശിപ്പിച്ച് നാറാണക്കല്ലായി. അതിനുശേഷം പിന്നീട് റൊമേനിയ രാജ്യമായി കഴിഞ്ഞപ്പോഴാണ് ജനങ്ങളും ഗവൺമെൻറ്റും എല്ലാവരും കൂടെ ചേർന്ന് ഡിസിഷൻ എടുത്തിട്ട് അത് രാജകുടുംബത്തിന് തിരിച്ചു കൊടുത്തത്. എന്നിട്ടാണ് അവർ റിനോവേറ്റ് ചെയ്തൊക്കെ. അത് ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ പറയാൻ മറന്നുപോയായിരുന്നു. ആബ്സല്യൂട്ട് ഡിസപ്പോയിൻമെൻറ്റ് ഓഫ് ഗോയിങ് ഇൻസൈഡ്. ഞാൻ കുറച്ചുകൂടെയൊക്കെ പ്രതീക്ഷിച്ചു, പക്ഷേ ദിസ് വാസ് നോട്ട് അപ് ടു ദ എക്സ്പെക്റ്റേഷൻ. സ്ട്രീറ്റുകളൊക്കെ എല്ലാം എന്ത് ക്ലീനാണെന്നറിയോ? നമുക്ക് എന്തെങ്കിലുമൊക്കെ വേസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ ഇവിടെ ഇടാനായിട്ട് ഒരു സിഗരറ്റ് കുറ്റി പോലും ആൾക്കാർ ഇവിടെ ഇടുകയുള്ളൂ. കേട്ടില്ലേ? താഴെ ഇടൽ വളരെ കുറവാണ്. നല്ല മണം. എന്തോ ഒരു മണം വരുന്നല്ലോ. ഈ മണം അടിക്കുമ്പോൾ വിശക്കും. അതാണ് പ്രശ്നം. ഈ രാജ്യത്തെ പൈതൃകം നിലനിർത്തുക എന്ന് പറയുമ്പോഴത്തേക്കിനും മോണുമെൻറ്റ്സ് സംരക്ഷിക്കുക മാത്രമല്ലല്ലോ, ഇവിടുത്തെ കെട്ടിടങ്ങളും കൂടെ സംരക്ഷിക്കണ്ടേ? അതും കൂടെ നമുക്കിവിടെ എല്ലാം കാണാൻ പറ്റും. റോഡൊക്കെ തൂത്ത് തുടച്ച് വൃത്തിയാക്കാൻ എത്ര ആൾക്കാരാന്ന് നോക്കി. അപ്പുറത്തും ഇപ്പുറത്തും എല്ലാം നിൽക്കുകയാണ്. കണ്ടില്ലേ? നോക്കി, ഇവരൊക്കെ നേപ്പാളികളാണ്. നോക്കി, കണ്ടാ? നേപ്പാൾസേ? ആ ഓക്കെ, നേപ്പാളിൽ നിന്നുള്ള ആൾക്കാരാ. അബി നേപ്പാൾ. ഓക്കെ. കോൺസുലേറ്റ് റിപ്പബ്ലിക് ഓഫ് പൊളോണെ എന്നാണ് എഴുതിയിരിക്കുന്നത്. പോളണ്ടാണെന്ന് തോന്നുന്നു. പോളണ്ടിൻ്റെ ഒരു കൗൺസിലേറ്റ് ആണ്. ഇതെന്തോന്ന് പന്നീറോ? അയ്യോ, ഇതെന്തോ ഒരു ചീസിൻ്റെ എന്തോ ഒരു സാധനം കേട്ടോ. മേസൺ ഫിനിഷ് എന്നും പറഞ്ഞുകൊണ്ട് ഇവിടെ KFCയിൽ ഷവർമ വയ്ക്കുന്നുണ്ട് ഗൈസ്. അപ്പോൾ ഞാനിവിടെ KFC കയറിയിട്ടൊരു ഷവർമ വാങ്ങിക്കാനായിട്ട് തീരുമാനിച്ചു. സ്പൈസി ഷവർമ. ഇതാണ് എൻ്റെ ഷവർമ. നമ്മൾ പുറത്തൊക്കെ പോയി കഴിഞ്ഞാൽ KFCയിലും മക്ഡൊണാൾഡ്സിലും പോയി കഴിഞ്ഞാൽ കെച്ചപ്പ് വരെ പൈസ കൊടുത്ത് വാങ്ങണം. ഇതിന് 50 രൂപയാണ് ഈ കെച്ചപ്പിന്. അത്യാവശ്യം വലുതാണല്ലോ. പ്ലാസ്റ്റിക് കവറിനകത്തൊക്കെ ഇട്ടാണോ ഇതെങ്ങനെ പൊട്ടിച്ച് കഴിക്കുന്നത്? ക്രിസ്പി ചിക്കനൊക്കെ ഇട്ട ഷവർമയാണെന്നാണ് പറയുന്നത്. അടിപൊളിയേ. ഇത് കൊള്ളാം കേട്ടോ പരിപാടി. നമ്മുടെ നാട്ടിൽ KFC ഇത് തുടങ്ങിയിട്ടുണ്ടോയെന്ന് എനിക്കറിയത്തില്ല, പക്ഷേ തുടങ്ങി കഴിഞ്ഞാൽ 100% സക്സസ് ആയിരിക്കും. 500 രൂപ ഒരു ഷവർമ, ഒരു പാൻഡ, ഫ്രഞ്ച് ഫ്രൈസ്. ഈ KFC ഷവർമ ഉണ്ടാക്കാൻ എന്ത് എളുപ്പമാണെന്നറിയോ? അവരുടെ കയ്യിലുള്ള സാധനങ്ങളെല്ലാം വെച്ചിട്ട് ഉണ്ടാക്കാം. ബ്രെഡ് അവരുടെ കയ്യിലുണ്ടല്ലോ, മറ്റേ പിത്ത ബ്രെഡ്, പിന്നെ ചിക്കൻ, ക്രിസ്പി ചിക്കൻ ഉണ്ട്, കോൾസ്ലോ ഉണ്ട്, ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ട്, സോസ് ഉണ്ട്. ഇതെല്ലാം വെച്ചിട്ട് റോളാക്കിയിട്ട് ഷവർമ ആക്കി വിറ്റാൽ മതി. പുതിയൊരു ഡിഷായി. ഉള്ളായിരുന്നു, ഇഷ്ടപ്പെട്ടു, വയറ് നിറഞ്ഞു. അപ്പോൾ സമയം 2:30 നമുക്കിനി റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകണം. 3:30 ഇവിടെ നിന്ന് ഏതോ ഒരു സ്ഥലത്തേക്ക് ഒരു ട്രെയിനുണ്ട്. അവിടെ പോയി അതൊരു 4 മണിക്കൂർ യാത്ര ചെയ്ത് അവിടെ ഇറങ്ങി ഒരു അരമണിക്കൂർ കാത്തു നിന്നാൽ അടുത്തൊരു ട്രെയിനിൽ കയറി വീണ്ടും ഒരു 3-4 മണിക്കൂർ യാത്ര ചെയ്താൽ അഴാട് എന്ന് പറഞ്ഞൊരു സ്ഥലത്തെത്തും. അത് ആക്ച്വലി ഹംഗറി ബോർഡറാണ്. ഇനി നമുക്ക് ഹംഗറി കയറുമ്പോഴത്തേക്കിനും ബോർഡർ ചെക്കിങ് കാര്യങ്ങളൊന്നുമില്ല, സംഭവങ്ങളൊന്നുമില്ല, എല്ലാം ഇതല്ലേ. അപ്പോൾ അങ്ങനെ പോകാമെന്നാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ടിക്കറ്റ് കിട്ടിയാൽ മതിയായിരുന്നു. നമുക്ക് സ്റ്റേഷനിൽ പോയി നോക്കണം എങ്ങനെയാണെന്നുള്ളത്. ഇത് ഞാൻ ഇന്നലെ രാത്രി വന്ന് റൂം എടുത്ത ഹോട്ടലാണ്. അപ്പോൾ എൻ്റെ ബാഗ് ഞാൻ അവിടെ, മറ്റേ വലിയ ബാഗ് ഞാൻ അവിടെ വെച്ചിട്ടാണ് ഞാൻ പോയത്. അപ്പോൾ നമുക്കിനി അത് പോയി കളക്ട് ചെയ്തിട്ട് നമുക്ക് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകണം. ഹലോ, ഈസ് ദെയർ എനിവൺ? ഹലോ. അത് ശരി, ബാഗ് ഇവിടെ വെച്ചിട്ടാണ് പോയത്. ഇവിടെ ആരുമില്ല, റിസപ്ഷനിൽ ആരുമില്ല. ഫോൺ നമ്പർ എഴുതി വെച്ചിട്ടുണ്ട്. ആവശ്യം എടുത്തോളാം. എന്നെ എടുത്തോണ്ട് പോയപ്പോലും അറിയത്തില്ല. ഹലോ, ഈസ് ദെയർ എനിബഡി? ഐ ആം ടേക്കിംഗ് മൈ ബാഗ്. ഓക്കെ, താങ്ക് യു. ടാറ്റയൊക്കെ പറഞ്ഞ് അവരവിടെ അകത്ത് പോയിരിക്കുക. ബെസ്റ്റ്. ദൈവമേ, ഇവിടെയാണോ ഞാൻ എൻ്റെ ബാഗെല്ലാം വെച്ചിട്ട് പോയത്? വേറെ ആൾക്കാരൊക്കെ ബാഗ് വെച്ചിട്ടുണ്ട്. എൻ്റെ ദൈവമേ, ഈ ആൾക്കാരെ സമ്മതിക്കണം കേട്ടോ. ആർക്ക് വേണമെങ്കിൽ കയറി വരാവുന്നൊരു സ്ഥലമായിരുന്നു. റെയിൽവേ സ്റ്റേഷനിൽ നടക്കാമല്ല, ഒരു ബസ് കയറി പോകണം. അപ്പോൾ ബസ് സ്റ്റോപ്പിലേക്ക് നടക്കാണ്. ബസ് സ്റ്റോപ്പിലെത്തി. എല്ലാം പച്ച ബസ്സുകളാണ്. ഇവിടെ നിന്ന് 4 അല്ലെങ്കിൽ A1 എന്ന് പറഞ്ഞ ഒരു നമ്പറിലുള്ള ബസ്സിൽ വേണം എനിക്ക് കയറാൻ. ദിസ് ഗോ റെയിൽവേ സ്റ്റേഷൻ, ട്രെയിൻ സ്റ്റേഷൻ. ഓക്കെ. യൂറോപ്പിൽ എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് എല്ലാ ബസ്സുകളിലും നമുക്ക് കാർഡ് ടാപ്പ് ചെയ്ത് യാത്ര ചെയ്യാൻ പറ്റുമെന്നാണ് തോന്നുന്നത്. ഞാൻ എൻ്റെ കാർഡ് ടാപ്പ് ചെയ്തു. എത്ര രൂപ കട്ടായെന്ന് എനിക്കറിയത്തില്ല. എല്ലാ സ്ഥലത്തും ഇവിടുത്തെ ബസ്സുകളിൽ, പബ്ലിക് ട്രാൻസ്പോർട്ടുകളിൽ കാർഡ് ടാപ്പ് ചെയ്യാൻ പറ്റും. റൊമാനിയയിൽ മൊത്തം പറ്റുന്നുണ്ടായിരുന്നു, മോൾഡോവയിൽ അതില്ലായിരുന്നു. അവിടെ നമ്മൾ ബസ് കണ്ടക്ടറെ കണ്ടതല്ലേ. ബസ് സ്റ്റാൻഡിലെത്തി. ബസ് സ്റ്റാൻഡ് എന്ന് പറയുന്നത് റെയിൽവേ സ്റ്റേഷൻ്റെ ഉള്ളിൽ തന്നെയാണ് കേട്ടോ. അതായത്
ഇതാണ് ഇവിടുത്തെ ബസ് സ്റ്റാൻഡ്. റെയിൽവേ സ്റ്റേഷനകത്ത് തന്നെയാണ് ബസ് സ്റ്റാൻഡ്. ഇവിടെ നിന്ന് പല സ്ഥലങ്ങളിലേക്കും, സിറ്റിയുടെ പല സ്ഥലങ്ങളിലേക്കും, എയർപോർട്ടിലേക്കും അങ്ങനെ എല്ലായിടത്തേക്കും ബസ്സുകളുണ്ട്. കൊള്ളാം, നല്ല വൃത്തിയുള്ള ബസ് സ്റ്റാൻഡ്, അടിപൊളി ബസ് സ്റ്റാൻഡ്. നമ്മുടെ ബുക്കാറസ്റ്റിനെക്കാട്ടി അടിപൊളി ഒരു സ്ഥലം കേട്ടോ. ബ്രാസോ എന്നാണ് എൻ്റെ വായിൽ വരുന്നത്. ബ്രാസോ അല്ല, ബ്രാഷോ. അപ്പോൾ ഇനി നമുക്ക് റെയിൽവേ സ്റ്റേഷനിൽ പോയിട്ട് ടിക്കറ്റ് നോക്കാം എങ്ങനെയാണ് പരിപാടി. നമുക്ക് പാസ് ഉണ്ടല്ലോ, റെയിൽ പാസ് ഉണ്ടല്ലോ. ടിക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെയിൽ പാസ് ഉള്ളവർക്ക് ചില ട്രെയിനുകളിൽ പോകാനായിട്ട് നമ്മൾ ഒരു സീറ്റ് റിസർവേഷൻ ചെയ്യണം. അതില്ലാന്നുണ്ടെങ്കിൽ നമുക്ക് കയറാൻ പറ്റില്ല. അതാണൊരു പ്രശ്നം. അപ്പോൾ അത് ഇവിടെ കൗണ്ടറിൽ പോയിട്ട് ടിക്കറ്റ് അവൈലബിൾ ആണെങ്കിൽ അവർ തരും, ഇല്ലെങ്കിൽ കയറാൻ പറ്റില്ല. നല്ല തിരക്കുണ്ടല്ലോ ഇന്ന്. ലോകത്തെല്ലായിടത്തും റെയിൽവേ സ്റ്റേഷൻ്റെ മുമ്പിലും ബസ് സ്റ്റാൻഡിൻ്റെ മുമ്പിലും ബാറുണ്ടാവും. ഇവിടെയുണ്ട് ബാർ. മുമ്പിൽ തന്നെ ബാറ്, പിന്നെ എല്ലാ സംഭവങ്ങളും കിട്ടും. അയ്യോ, ഇന്നലെ തന്നെ നമ്മൾ കണ്ടതല്ലേ, ബസ്സിൽ ആൾക്കാർ എല്ലാം വാങ്ങിച്ചുകൊണ്ടല്ലേ വരുന്നത്, ബസ്സിനകത്ത് കയറാനും മറ്റുമൊക്കെ ആയിട്ട്. സോ ഇതാണ് ഇവിടുത്തെ ബ്രാഷോ റെയിൽവേ സ്റ്റേഷൻ. അത്യാവശ്യം നല്ലൊരു സ്റ്റേഷൻ. വലിയ പഴയൊന്നും അല്ലെന്ന് തോന്നുന്നു, കുഴപ്പമില്ല, നല്ലൊരു സ്റ്റേഷൻ. വാവ്, കൊള്ളാലോ. നല്ല മനോഹരമായിട്ടുള്ള കുറേ ചിത്രപ്പണികളൊക്കെ ഉണ്ട് അവിടെ ഇവിടെയൊക്കെ. ഇനി എവിടെ നിന്നാണ് ടിക്കറ്റ് എടുക്കുന്നപ്പോൾ അതെവിടെ നോക്കട്ടെ. ബസ്സിലും ട്രെയിനിലും എല്ലായിടത്തും നമുക്ക് കാർഡ് അക്സെപ്റ്റ് ചെയ്യും, എല്ലാ പരിപാടികളും ഉണ്ട്. നല്ല തിരക്കാണല്ലോ ടിക്കറ്റ് എടുക്കാൻ. Today now, Teus to Arad, two trains. Yes. I have this pass, 12. ഓക്കെ, താങ്ക് യു. 12 ലൈവ് എടുത്ത് എനിക്ക് 2 ടിക്കറ്റ് കിട്ടി. അതായത് ഒന്ന് ഇവിടെ നിന്ന് 3:30-ക്കുള്ള ട്രെയിൻ, അത് തെയ്യൂസ് എന്ന് പറഞ്ഞൊരു സ്ഥലത്തേക്ക് പോകും. അത് രാത്രി 8 മണിക്ക് തെയ്യൂസ് എത്തും. അവിടെ നിന്ന് 8:30-ക്ക് അടുത്ത ട്രെയിൻ, അത് അരാദിൽ രാത്രി 12 മണിക്ക് എത്തും. അടിപൊളി, വെരി ഗുഡ്. പിന്നെ 12 മണി വരെ യാത്രയാണ്. അപ്പോൾ ഇനി റെയിൽവേ സ്റ്റേഷൻ്റെ അണ്ടർ പാസിലൂടെ നമുക്ക് റെയിൽവേ പ്ലാറ്റ്ഫോമിലേക്ക് പോകാം. 4ാമത്തെ പ്ലാറ്റ്ഫോം എന്തോ ആണെന്നാണ് അവിടെ എഴുതി വെച്ചിരിക്കുന്നത്, ഞാൻ കണ്ടത്. എന്തായാലും നോക്കാം. ഇവരോട് ചില സമയത്ത് കാര്യം പറഞ്ഞ് മനസ്സിലാക്കി ടിക്കറ്റ് എടുക്കുന്നതിന് ഒരു ചടങ്ങ് പിടിച്ച പരിപാടിയാണ്. അങ്ങോട്ടുണ്ടല്ലോ അണ്ടർ പാസ്. എനിക്ക് തോന്നുന്നു ഇതിനടിയിൽ കൂടെ ചിലപ്പം ട്രെയിൻ സ്റ്റേഷൻ്റെ അപ്പുറത്തേക്ക് പോകുന്ന എന്തെങ്കിലും സെറ്റപ്പൊക്കെ ആയിരിക്കും. ഇവിടെ എല്ലാം കച്ചറ ഇട്ടിരിക്കുന്നു. ഇത് കണ്ടില്ലേ, ഫുൾ കച്ചറ. നമ്മുടെ നാട്ടിലൊക്കെ എസ്കലേറ്ററൊക്കെ ഇല്ലേ, ഇവിടെ എസ്കലേറ്ററും പരിപാടികളൊന്നുമില്ല. ഇവിടെ സ്റ്റെപ്പ് തന്നെ കയറണം. പെട്ടി എല്ലാം ചുമന്നുകൊണ്ട് സ്റ്റെപ്പ് തന്നെ കയറി പോകണം. പക്ഷെ എൻ്റെ ദൈവമേ, തിരക്കാണല്ലോ. അടിപൊളി. ഇതെന്ത് ട്രെയിനൊന്നും വന്നിട്ടില്ല. ഇവിടെ പ്ലാറ്റ്ഫോം നവീകരണ പ്രവർത്തനങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്കിവിടെ എവിടെയെങ്കിലും ഇരിക്കാം. നമ്മുടെ ട്രെയിനാണോ? ഒരു ട്രെയിൻ വരുന്നുണ്ടല്ലോ. ഇതാണെന്നറിയില്ല. ഇതല്ല കേട്ടോ, ഇത് ബുക്കാറസ്റ്റ് പോകുന്ന ട്രെയിനാണ്. ഇത് അടിപൊളി ട്രെയിനാണ്. ഞാനിത് കണ്ടപ്പോൾ വിചാരിച്ചു ഇതാണോ എന്ന്. ഇത് ആൾക്കാരൊക്കെ ബുക്കാറസ്റ്റ് പോകാൻ വേണ്ടി നിൽക്കുകയായിരുന്നു. ഇതല്ല, നമ്മളെ മിക്കവാറും നല്ല കച്ചറ ട്രെയിനുമായിരിക്കും. നമുക്കിപ്പോൾ ഫസ്റ്റ് 231 കിലോമീറ്റർ പോകാനുണ്ട്. ഇവിടെ നിന്ന് 8:30-ക്ക് കയറി കഴിഞ്ഞാൽ 9, 10, 11, 12 ആകുമ്പോൾ എത്തും. അതായത് 3.5 മണിക്കൂർ. ഇവിടുത്തെ ട്രെയിനൊക്കെ കണ്ട് ഓരോ ട്രെയിനും ഓരോ ടൈപ്പാണ്. ഇത് നമ്മുടെ മെമു പോലത്തെ ഒരു ട്രെയിനാണ്, സോഫ്റ്റ് ട്രാൻസ് എന്നും പറഞ്ഞുകൊണ്ട്. ഇത് ഏതോ ഒരു ഷോർട്ട് ഡിസ്റ്റൻസ് പോകുന്ന ട്രെയിൻ ആയിരിക്കും, പറയാൻ പറ്റില്ല. ഇങ്ങനെ ദൂരെ ബസ് പോലെ നടക്കുന്നൊരു സാധനം കണ്ടു, അതൊരു ട്രെയിനാണ്, സ്മോൾ ട്രെയിൻ. ഒക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്കിനും നമ്മുടെ നാട്ടിലെ ട്രെയിനും റെയിൽവേ സ്റ്റേഷനും ഒക്കെ, ട്രെയിൻ ഇച്ചിരി വൃത്തി കുറവുണ്ടെന്നേ ഉള്ളൂ, പക്ഷേ റെയിൽവേ സ്റ്റേഷനൊക്കെ നമ്മുടെ നാട്ടിലെ ഇൻഫ്രാസ്ട്രക്ചർ വെച്ച് നോക്കുമ്പോൾ അടിപൊളിയല്ലേ. കൃപയാ ധ്യാൻ ദേ, गाड़ी नंबर 1, 2, 3, 4, 5 अभी आ रहा है. നമുക്ക് ദൂരേന്നൊരു ട്രെയിൻ വരുന്നുണ്ട്. മിക്കവാറും അതായിരിക്കും നമ്മുടെ ട്രെയിനെന്ന് തോന്നുന്നു. ഇതാ ട്രാക്കൊക്കെ മാറി വരുന്നുണ്ടാ. ബുക്കാറസ്റ്റ് ഉച്ചയ്ക്ക് 1:30-ക്ക് വിട്ട ട്രെയിനാണ്. അത് ക്ലുഷ് എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോകും. ക്ലുഷ്. അടിപൊളിയേ. സെയിം, നേരത്തെ പോയ സെയിം ട്രെയിൻ. അടിപൊളി. നമ്മുടെ ട്രെയിനും അടിപൊളിയാട്ടോ. അപ്പോൾ ഇതിനകത്ത് 3-ാം നമ്പർ കോച്ചിൽ കയറണം എന്നാണ് എൻ്റെ ടിക്കറ്റിൽ എഴുതിയിരിക്കുന്നത്. ദിസ് ട്രെയിൻ Teus 531. Yeah, okay. Thank you. This coach 3? You're in wagon 3. 3, yes, okay. And seat 62. Thank you. Wagon 362. ആളുകളൊക്കെ ഭയങ്കര ഹെൽപ്ഫുൾ ആട്ടോ. ഭയങ്കര ഹെൽപ്ഫുള്ളാണ് ആൾക്കാർ. നല്ല മനുഷ്യരാണ് ചില ആൾക്കാർ പ്രശ്നമുള്ളൂ. ഇത് കൊള്ളാലോ, അടിപൊളി. നല്ല കിട്ടില്ല ട്രെയിൻ, നല്ല വൃത്തിയുള്ള ട്രെയിൻ. ഇതാണ് സീറ്റ് 62. ട്രെയിനിൻ്റെ വൃത്തിയൊന്നും ഗ്ലാസ്സിനില്ല. ഗ്ലാസ്സൊക്കെ മൊത്തം കച്ചറായി. ഇനിയിപ്പോൾ ഒന്നും കാണാനില്ല. ഇനിയിപ്പം 3:30 1 മണിക്കൂറൊക്കെ കഴിഞ്ഞ് ഇരുട്ടും, പിന്നെ ഒന്നും കാണാൻ പറ്റില്ല. അങ്ങനെ എൻ്റെ ട്രെയിൻ വിട്ടു. എൻ്റെ മുമ്പിൽ അപ്പുറത്തിരിക്കുന്ന ആ പുള്ളിക്കാരി ഉണ്ടല്ലോ, പുള്ളിക്കാരി നമ്മളെ ആദ്യം ഡൗട്ട് ചോദിച്ചില്ലേ ട്രെയിൻ കയറാൻ നേരം,
അവർ ഒരു വേറെ ലെവലാണ്. ഞാൻ ഒരു ട്രെയിൻ വിടുന്ന ഒരു 10 മിനിറ്റ് അവരോടൊരു കത്തിരിക്കുകയായിരുന്നു അപ്പുറത്ത്. അവർ ഇന്ത്യയിൽ കുറേ തവണ വന്നിട്ടുണ്ട്. അവർ ഈ വിഭാസന, അതേപോലെ തന്നെ വേദാന്ത, എന്തൊക്കെയോ കുറേ തത്വങ്ങളെ പറ്റിയും കാര്യങ്ങളെ പറ്റിയൊക്കെ പറഞ്ഞു. എനിക്ക് പോലും മരുന്നിനെ പറ്റി മനസ്സിലായില്ല. മെഡിറ്റേഷൻ്റെ ആളാണ് അവർ. ഋഷികേശിലൊക്കെ കുറേ തവണ പോയിട്ടുണ്ടെന്ന് പറഞ്ഞു. ഗോവ വരെ വന്നിട്ടുണ്ട്. തിരുവണ്ണാമല പോയിട്ടുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ കുറേ സ്ഥലങ്ങളിൽ പോയിട്ടുണ്ടെന്ന് പറഞ്ഞു. അവർ US ലായിരുന്നു 30 വർഷം. അവർക്ക് ഇവിടുത്തെ പാസ്പോർട്ടും US പാസ്പോർട്ടും ഉണ്ട്. ഇവിടുത്തെ ആർക്കൊക്കെ 2 പാസ്പോർട്ട് കിട്ടാമല്ലോ. നമ്മൾ ഇന്ത്യ ഡ്യുവൽ സിറ്റിസൺഷിപ്പ് അലോ ചെയ്യുകയായിരുന്നെങ്കിൽ നമ്മുടെ ആൾക്കാരും ഈ നമ്മുടെ പാസ്പോർട്ട് ഒഴിവാക്കുന്ന പരിപാടി എന്താ പറയുക മാറ്റിയാനെ. എല്ലാവരും 2 പാസ്പോർട്ടൊക്കെ വെച്ചേനെ. അപ്പോൾ അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അവരോട്. അവരൊരു സൈക്കോളജിസ്റ്റാണ്. അവർ ക്ലൂഷിലാണ് താമസിക്കുന്നതെന്ന് അവർ പറഞ്ഞു. അപ്പോൾ ട്രെയിനൊക്കെ ഓൾമോസ്റ്റ് കാലിയാണ്. പക്ഷേ എൻ്റെ സീറ്റിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും ആൾക്കാർ വന്നു. അതുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് മാറിയിരുന്നു. കുറച്ച് കഴിയുമ്പോൾ ഇവിടെ ആരെങ്കിലുമൊക്കെ വരുമ്പോൾ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിയിരിക്കാം. അപ്പോൾ ഞാൻ ഈ റോക്കി എന്ന് പറഞ്ഞ ആ ഒരു സീരീസിന് അഡിക്റ്റ് ആയിട്ടിരിക്കുകയാണ്. ഞാനിപ്പോൾ അത് കാണട്ടെ. നമുക്ക് കുറേ കാഴ്ചകളും കാണാം, അതിനിടയ്ക്ക് ഇതും കാണാം. ആ സൂര്യൻ ഇങ്ങനെ എന്നെ തന്നെ ഇങ്ങനെ നോക്കി ഇവിടെ ഇങ്ങനെ ഇരിക്കുക. അയ്യോ, ഈ ട്രെയിൻ ഉണ്ടല്ലോ, ഇത് നോൺ സ്റ്റോപ്പാണ്. അതായത് ഉച്ചയ്ക്ക് 1:30 എത്ര മണിയായിരുന്നു വിട്ട്? 3:30 വിട്ടതെങ്കിൽ 4:30, 5:30, 6:30, 7, 8, 4 മണിക്കൂർ നോൺ സ്റ്റോപ്പ് റണ്ണിങ് ആണ്. ഈ ട്രെയിനിൻ്റെ സീറ്റ് ഒന്ന് ചാരാൻ പോലും പറ്റൂല. ഭയങ്കര എന്താ പറയുക ഒട്ടും കംഫർട്ടബിൾ ആകാത്ത സീറ്റാണ്. ചാരാൻ പോലും പറ്റില്ല. ഇവിടുത്തെ സെക്കൻഡ് ക്ലാസ് എല്ലാം ഇങ്ങനെയാണ്. നമുക്ക് ഒട്ടും കംഫർട്ടബിൾ അല്ല ഇരിക്കാനായിട്ട്. കാണുമ്പോൾ നല്ല ലുക്കൊക്കെയാണ്, പക്ഷെ ഒട്ടും കംഫർട്ടബിൾ അല്ല ഇരിക്കാനായിട്ട്. ഇവിടുത്തെ ട്രെയിനിലെ ഫസ്റ്റ് ക്ലാസ് കണ്ടോ? ഇത് മറ്റേ 1/2 കോൺഫിഗറേഷനിലുള്ള കോച്ചുകൾ. പിന്നെ ഇതിനകത്ത് കറണ്ടും പിന്നെ പവർ പ്ലഗും സംഭവങ്ങളൊക്കെ ഉണ്ടാവും. നമ്മുടെ സെക്കൻഡ് ക്ലാസ്സിൽ ആ പരിപാടിയൊന്നുമില്ല. ഫസ്റ്റ് ക്ലാസ്സിലെ ബാത്റൂമാണ്. എൻ്റെ തൊട്ടിപ്പുറത്തെ കോച്ച് ഫസ്റ്റ് ക്ലാസ് ആയിരുന്നു. ഫസ്റ്റ് ക്ലാസ്സിലെ ബാത്റൂമാണ്. കുറച്ച് പേപ്പർ റോൾസ് വെച്ചിട്ടുണ്ട്. ഇതിനകത്ത് ഷേവർ വരെയുണ്ട്. കണ്ടില്ല നോക്കി, ഷേവർ, പിന്നെ ഹെയർ ഡ്രയർ, ടിഷ്യൂ പേപ്പറൊന്നുമില്ല. പിന്നെ ഇത് അസ് യൂഷ്വൽ എന്താ. എൻ്റെ ട്രെയിൻ ലേറ്റ് ആയിട്ടാണ് ഓടുന്നതെന്ന് എനിക്ക് തോന്നുന്നത്. എനിക്ക് കണക്ഷൻ ട്രെയിൻ മിസ്സാകാനുള്ള സാധ്യതയെല്ലാം ഞാൻ കാണുന്നുണ്ട്. മിക്കവാറും പണി വാളും. ഏത് സ്ഥലത്താണ് ഞാൻ ഇറങ്ങുന്നത് പോലും എനിക്കറിയത്തില്ല. ഈ ട്രെയിൻ ഭയങ്കര സ്ലോ ആയിരുന്നു. ഇപ്പോഴാണ് കുറച്ചെങ്കിലും ഒന്ന് സ്പീഡ് വെച്ചത്. ഇതൊരു 8:15 മുമ്പെങ്കിലും എത്തിയില്ല. എനിക്ക് ട്രെയിൻ മിസ്സാവട്ടോ, പണി വാളും. നമ്മൾ TIEUS, പിന്നെ അതിൻ്റെ അടിയിലൊരു വരയുണ്ട്. ട്യൂഷ് അങ്ങനെ എന്തോ ആണ് ഈ സ്ഥലം പറയുന്നതെന്ന് തോന്നുന്നു. അപ്പോൾ അവിടേക്കാണ് നമ്മളിപ്പോൾ ഇറങ്ങാൻ പോകുന്നത്. 250 കിലോമീറ്റർ 4.5 മണിക്കൂർ കൊണ്ട് നമ്മൾ യാത്ര ചെയ്തു. ഞാൻ അവരോട് ചോദിച്ചു, തെയുഷ് എന്നാണ് ഈ സ്ഥലം പ്രൊനൗൺസ് ചെയ്യുന്നത്, തെയുഷ്. അപ്പോൾ ഞാനിവിടെ ഈ ട്രെയിൻ ഈ സമയത്ത് ഇവിടെ എത്തുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷയല്ല കേട്ടോ. കാരണം ഇത് എന്താ പറയുക, അത് ഭയങ്കര ലേറ്റായിട്ട് ഓടിക്കൊണ്ടിരുന്നത്. ഇത് അവസാനം എങ്ങനെയൊക്കെ ഇവർ സ്പീഡിൽ ഇങ്ങനെ ഓടിച്ച് എത്തിച്ചു. ഇനിയും നമുക്ക് 250 കിലോമീറ്റർ ട്രാവൽ ചെയ്യാനുണ്ട്. അത് 3.5 മണിക്കൂർ മതി. അത് നോൺ സ്റ്റോപ്പ് അല്ല, അതിനിടയ്ക്ക് 3 സ്റ്റോപ്പ് ഉണ്ട്. അപ്പോൾ കുറച്ചും കൂടെ വേഗതയുണ്ടാവും, സ്പീഡുണ്ടാവും. എൻ്റെ മോനെ, ഇതൊരു കുഞ്ഞ് സ്റ്റേഷനാണ്. ഇവിടെ ഫുഡ് പോയിട്ട് ഒരു തേങ്ങ കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ തെയുഷ് എന്ന് പറഞ്ഞ സ്ഥലം ഇവരുടെ അൽബ കൗണ്ടി എന്ന് പറഞ്ഞൊരു കൗണ്ടി ഉണ്ട്. അൽബ കൗണ്ടിയിലെ ഒരു സ്ഥലമാണ്. ട്രാൻസിൽവേനിയയുടെ ഭാഗമാണ്. ഇതെങ്ങനെ തുറക്കുന്നത്? ഇവിടെ താക്കിയത് അല്ലേ? ട്രാൻസിൽവേനിയയുടെ ഭാഗം തന്നെയാണ് തെയുഷും. അടിപൊളി. ഇതൊരു കുഞ്ഞ് സ്റ്റേഷൻ മകനേ. ആരുമില്ല ഇവിടെ, ഞാൻ മാത്രമാണ് ഇറങ്ങിയത്. ഈ തെയുഷ് എന്ന് പറഞ്ഞ സ്ഥലത്ത് ആകെ ജീവിക്കുന്നത് 6000 ആളുകളാണ് സുഹൃത്തുക്കളെ. ഓൺലി 6000 പീപ്പിൾ. അതിൽ കൂടുതൽ ആൾക്കാർ ഇവിടെ ഇല്ല. 6000 ആളുകൾ മാത്രം താമസിക്കുന്ന ഈ ഒരു തെയുഷ് എന്ന് പറഞ്ഞ നഗരം. ഇവിടെയാണ് ഞാനിപ്പോൾ വന്നിറങ്ങിയത്. ഇവിടെ നിന്ന് ഇനിയിപ്പോൾ അടുത്ത 40 മിനിറ്റ്സിൽ ആണ് എനിക്ക് ഇവിടെ നിന്ന് അരാടെന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോകേണ്ട ട്രെയിനുള്ളത്. അത് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന ട്രെയിനാണ്. എന്താ സെറ്റപ്പാണ് മൊത്തം. അപ്പം ഞാൻ വന്നിറങ്ങിയിരിക്കുന്നു തെയുസ്. ഇവിടെ ഞാൻ മാത്രമേ ഈ ട്രെയിനിൽ നിന്ന് വാങ്ങിയിട്ടുള്ളൂ, വേറെ ആരും ഈ ട്രെയിനിൽ നിന്ന് വാങ്ങിയിട്ടില്ല. ഈ 6000 ജനങ്ങൾ മാത്രം താമസിക്കുന്ന ഒരു ഫോട്ടോ എടുക്കട്ടെ ഞാൻ. ഈ 6000 ജനങ്ങൾ മാത്രം താമസിക്കുന്ന ഈ ഒരു സ്ഥലത്തെ ഈ ഒരു വിജനമായിട്ടുള്ള റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഇനി 250 കിലോമീറ്റർ പോകാനായിട്ട് രാത്രി 8:30 ഒരു ട്രെയിനുണ്ട്. അത് മിക്കവാറും കാലിയാകുമെന്നാണ് ഞാൻ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന ട്രെയിൻ. അത് മിക്കവാറും കാലിയായിരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതിനകത്തൊരു പോലീസിൻ്റെ കാറൊക്കെ കിടപ്പുണ്ട്. സത്യം പറഞ്ഞാൽ എനിക്ക് പേടിയാവുന്നുണ്ട്. അതിവിജനമായിട്ടുള്ള ഒരു റെയിൽവേ സ്റ്റേഷൻ. ഓ മൈ ഗോഡ്. പാതിരാത്രി ഏതോ ഒരു സ്ഥലത്ത് വന്നിറങ്ങിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഞാൻ നോക്കിയ അവസ്ഥ
ഈ ട്രെയിൻ ഇവിടെ രണ്ടാക്കി. എനിക്ക് തോന്നുന്നു ഈ ട്രെയിനിൻ്റെ നമ്മൾ വന്ന ട്രെയിനിൻ്റെ ഈ പുറയിലത്തെ ഭാഗമാണെന്ന് തോന്നുന്നു അരാഡിലേക്ക് പോകുന്നത്. ചോദിച്ചു നോക്കാം. ഹായ്, അരാഡ്, ട്രെയിൻ ടു അരാഡ്. ഓ, ദിസ് വൺ. ഓക്കെ ഓക്കെ. ഹിയർ ഡു ഐ ഗെറ്റ് സം ഫുഡ്? എനി ഫുഡ്? നോ. ഇൻ ട്രെയിൻ? Maybe. No food outside? Nothing? No. Okay. Okay. അടിപൊളി, അവനെ പെട്ടു. അതായത് ഞാൻ വന്ന ട്രെയിനില്ലേ, ഇത് ബുക്കറസ്റ്റിൽ നിന്ന് വന്ന ട്രെയിനാണ്. അപ്പോൾ ഇത് ഇവിടെ വന്നിട്ട് പകുതിയാക്കിയിട്ട് ഈ ട്രെയിന് ക്ലൂഷിലേക്കും മറ്റത് അരാഡിലേക്കും പോകും. ഈ ക്ലൂഷ് എന്ന് പറയുന്നത് അരാടെന്ന് പറയുന്നതും ഹംഗറിക്ക് അടുത്തുള്ള ബോർഡർ ടൗണാണ്. സോ നമുക്കിപ്പോൾ ഇനി പുറത്തേക്ക് പോയി നോക്കാം. ഫുഡ് കിട്ടും. ഡു യു ഗെറ്റ് സം ഫുഡ്? നോ. ഓക്കെ. ഇവിടെ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കട്ടെ. ഇവിടെ ഒന്നുമില്ല. വെള്ളമുണ്ട്. ഇതുണ്ടോ? മണി ഇങ്ങനെ ബാഗിൽ കിടന്ന് അടിച്ചുകൊണ്ടിരിക്കുക. അപ്പം ഞാൻ ആക്ച്വലി എന്താ പറയുക, പുറത്തിറങ്ങി ബെസ്റ്റ്. ഇവിടെ പുറത്തങ്ങ് ഒരു കടയും മടിയും പോലും ഇല്ല, ഒരു കുന്നുമില്ല, കേസ് ഒന്നുമില്ല. അയ്യോ, ഇതെന്ത് സ്ഥലമാ ദൈവമേ. ഞാനിവിടെ, എനിക്കിന്ന് ട്രെയിൻ മിസ്സായായിരുന്നു, ഞാനിവിടെ പോളിയാനെ. ഇത് ഇവിടെ ഒരു ഹോട്ടൽ പോലും കിട്ടത്തില്ലായിരുന്നു. അത്രയ്ക്ക് ജസ്റ്റ് ഞാൻ വന്ന ട്രെയിൻ തന്നെ പോകുന്നുള്ളതുകൊണ്ട് കുഴപ്പമില്ല. എന്തായാലും 10-40 മിനിറ്റ് സമയമുണ്ട്. പഴയ സ്റ്റേഷനാണ് കേട്ടോ. എനിക്ക് എവിടെയോ മണിയൊക്കെ അടിക്കുന്നുണ്ട്. ഞാൻ അകത്തോട്ട് തിരിച്ചു പോട്ടെ. ഇവിടെ 1-2 മെഷീൻ ഇരിപ്പുണ്ട്. ആ മെഷീനിന് വെള്ളം കിട്ടും, പിന്നെ എന്തൊക്കെയോ സ്നാക്സൊക്കെ ഇരിപ്പുണ്ട്. അവിടെ ഒരു പഴയ ക്ലോക്ക് കാണാം, പിന്നെ സമയവിവര പട്ടികളൊക്കെ ട്രെയിനിൻ്റെ എഴുതി വെച്ചിട്ടുണ്ട്. അവിടെ ഒരു റിസർവേഷൻ കൗണ്ടറുണ്ട്. നമ്മുടെ നാട്ടിലെ പഴയ റെയിൽവേ സ്റ്റേഷനില്ലേ, അതേപോലെ തന്നെ ഒരു റെയിൽവേ സ്റ്റേഷനാണ്. ഈ കാണുന്നതൊക്കെ ഹീറ്റിംഗ് സിസ്റ്റമാണ്. പിന്നെ ഇവിടെ ഒരു വിശ്രമ മുറിയുണ്ട്. ഈ കാണുന്നത് വിശ്രമ മുറിയാണ്. ഉണ്ടോ? എൻ്റെ കയ്യിൽ ഇനി അധികം കാശൊന്നുമില്ല. ഇതിനകത്തൊരു ചിപ്സ് ഉണ്ട്, പിന്നെ എന്തൊക്കെയോ അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ ഇരിപ്പുണ്ട്, അതേ ഉള്ളൂ. പിന്നെ സ്നിക്കേഴ്സ് ഉണ്ട്, വേറെ ഒന്നുമില്ല. നമുക്ക് എന്തായാലും ഇതിനകത്ത് 10 ഇട്ട് നോക്കാം. പോവുന്ന കാശ് പോയില്ല. കാശ് വേണ്ടെന്നാണ് പറയുന്നത് മെഷീന്. കാശ് കയറും മനുഷ്യനെ, കാശ് കയറും. കാശ് കയറി. ബെസ്റ്റ്. ഇവന് പൈസയും വേണ്ടേ? പോവോ? 10 ലേയാണ് ഞാൻ ഇടുന്നത്, 10 അവൻ ചോദിക്കുന്നത്. 10 പോയി. യെസ്. അപ്പോൾ ഇനി നമുക്കിവിടെ എന്താണ് വേണ്ടതെന്നുള്ള ആഡ് ചെയ്യണം. നമുക്ക് 21 പ്രസ് ചെയ്തു. 21 വന്നാൽ മതിയായിരുന്നു. വന്നു. ഇതെങ്ങനെ തുറക്കുന്നു? എൻ്റെ അമ്മ, കുറേ ചില്ലറ പൈസ എല്ലാം കൂടെ വന്നല്ലോ. ഇതിന് ഞാൻ എന്നാ ചെയ്യും? ഈ ചില്ലറ ഇവൻ തരുന്നുണ്ടെങ്കിലും ഇവൻ തിരിച്ച് ചില്ലറ അക്സെപ്റ്റ് ചെയ്യത്തില്ലേ? അടിപൊളി, കുറേ ചില്ലറ കിട്ടി. ഇതിന് ഇതാണ് പ്രശ്നം. എല്ലാം 50 പൈസ വെച്ചുള്ള ചില്ലറയാണെന്ന് തോന്നുന്നു. ഇനിയുണ്ടോ? ഇനിയില്ല. അടിപൊളി. ഞാൻ 50 പൈസ വെച്ചുള്ള കുറേ ചില്ലറക്കാരനായി. അപ്പം ഞാൻ തിരിച്ച് നമ്മുടെ ട്രെയിനിൽ വന്ന്. അപ്പോൾ എന്നാൽ പിന്നെ ഇവരെന്താ ഡയറക്റ്റ് എനിക്ക് ടിക്കറ്റ് തരാതിരുന്നെന്ന് ഞാൻ ആലോചിക്കുന്നത്. നമുക്കിതിനകത്ത് ഇനിയിപ്പോൾ കയറിയിരിക്കാം. ഡയറക്റ്റ് ചിലപ്പം ടിക്കറ്റ് കൊടുക്കാനുള്ള ഓപ്ഷൻ അവർക്ക് ഉണ്ടാവില്ലായിരിക്കും. ഇതിനകത്ത് എന്തോ ഒരു റെസ്റ്റോറൻറ്റ് പോലത്തെ എന്തോ സംഭവം കാണുന്നുണ്ട്, പക്ഷേ അതിനകത്തൊന്നും കിട്ടത്തില്ലെന്ന് തോന്നുന്നു. ചിലപ്പോൾ ബിയറൊക്കെ കിട്ടുമായിരിക്കും, വേറെ എന്തെങ്കിലും കിട്ടുമെന്ന് എനിക്കറിയത്തില്ല. തുറക്കുമോ? തുറന്നു. ശരി. ഇതെന്തോ മൊത്തം 8 ആണല്ലോ. ഈ ട്രെയിൻ കണ്ടില്ലേ, ഇത് കേവലം 6 കോച്ചുകൾ മാത്രമുള്ളൊരു ട്രെയിനാണ്. അതിൽ ആദ്യത്തെ 3 കോച്ചാണ് അവർ മുമ്പിലോട്ട് ക്ലൂഷ് എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോകാനായിട്ട് മാറ്റിയിട്ടിരിക്കുന്നത്. പിന്നെ ഉള്ള 3 കോച്ചുകളിൽ ഒന്ന് നമ്മുടെ റെസ്റ്റോറൻറ്റ് കാറ്, അതിനകത്ത് പിന്നെ കുറച്ച് ആളുകൾക്ക് ഇരിക്കാനുള്ള സ്ഥലമുണ്ട്. പിന്നെ ഇതൊരു ഫസ്റ്റ് ക്ലാസ്, അതിൻ്റെ അപ്പുറത്ത് വീണ്ടും ഒരു സെക്കൻഡ് ക്ലാസ്. അപ്പോൾ അവിടെ അതൊരു ലോക്കോ പിടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ സത്യം പറഞ്ഞാൽ ഇതിനകത്ത് ഇങ്ങനെ ഒരു റെസ്റ്റോറൻറ്റ് കാർ ഉള്ള കാര്യം ഞാൻ അറിഞ്ഞില്ലായിരുന്നു. അറിഞ്ഞായിരുന്നെങ്കിൽ ഞാൻ നേരത്തെ ഇവിടെ വന്നിരുന്ന് ഫുഡ് കഴിച്ചേനെ. കാരണം രാത്രി 8-8:30 മണിയായി ഇപ്പം. ഇത് ഉള്ളത് നന്നായി. ഇതിപ്പം നമ്മുടെ ട്രെയിനിൽ തന്നെ ഇത് കിട്ടിയത് നന്നായി. അതുകൊണ്ട് നമുക്ക് ഫുഡോ എന്തെങ്കിലും കഴിക്കാമല്ലോ, എന്തെങ്കിലും കിട്ടുമോ ഇതിനകത്ത്. ഇതിനകത്ത് കിട്ടും ഗൈസ്, ഇതിനകത്ത് എന്തെങ്കിലും കിട്ടും. Hi, do you have something to eat? Are you Sandwich, ham and cheese. Sandwich, ham and cheese. Later? No. Okay, no problem. This goes to Arad, right? Arad. Yes, Yeah, yes. okay. Fine. I was coming in the same train, but I was sitting in the other coach. Okay, no problem. What do you have to eat? Do you have something to eat? Sandwich? Ham and cheese. Ham and cheese? Yes. Or do you have any noodles or something? You need noodles? No. No? Ham and cheese or only cheese, only ham? Mm-hmm. Yes. Oh, you have only sandwich? Yes. What is that? Yes. Huh? Yes.
ചിയോ Nice. ഓ ജസ്റ്റ് സ്നാക്സ്. ഓക്കെ ഓക്കെ. ട്രെയിനിനകത്ത് വിസ്കി ഒക്കെ ഉണ്ട് കേട്ടോ. നോക്കി, വിസ്കി, വെള്ളത്തിൻ്റെ കുപ്പി, ഫുഡൊന്നുമില്ല, മദ്യം ബിയറും ഒക്കെ ഉണ്ട്. ബാക്കിയുള്ള എല്ലാ സംഭവങ്ങളുണ്ട്. ഈ ട്രെയിനിൽ ഈ റെസ്റ്റോറൻറ്റ് കോച്ചിലല്ല, ഈ കോച്ചിൽ മൊത്തം ഞാൻ മാത്രമേ ഉള്ളൂ. ഈ ട്രെയിനിൽ മൊത്തത്തിൽ 3 കോച്ചിലായിട്ട് ഒരു 10 പേര് താഴെ ഉണ്ടാവുള്ളൂ. അപ്പോൾ സമയം പോക്കല്ലേ. അപ്പോൾ നമുക്കിവിടെ നെറ്റ്ഫ്ലിക്സ് കാണാം. പിന്നെ ഞാനൊരു ചെറിയ വിസ്കി വാങ്ങിച്ച് തണുപ്പല്ലേ, ഗ്ലാസ് തന്നു, പിന്നെ ഒരു കുപ്പി വെള്ളം, പിന്നെ ഇത് ഞാൻ പുറത്തുനിന്ന് വാങ്ങിച്ച സാധനം, പിന്നെ ലേസ്. പാതിരാത്രിയിൽ ഒറ്റയ്ക്കൊരു ട്രെയിനിൽ കയറി. ഇതൊന്നും എൻ്റെ പൊന്നെ, ഒരു രക്ഷയിൽ എനിക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റാനുള്ള ഇതുപോലൊരു യാത്ര. ഇത് ഞാൻ 12 മണിക്കാണ് ഞാൻ അവിടെ എത്തുന്നത്. ഞാൻ അവിടെ നിന്ന് താമസിക്കാനുള്ള ഹോട്ടൽ പോലും ബുക്ക് ചെയ്തിട്ടില്ല. എനിക്കറിയത്തില്ല ഞാൻ എന്ത് ചെയ്യുന്നുള്ളത്. എന്നാലും ഇങ്ങനൊരു ട്രെയിൻ യാത്ര ഒന്നായിക്കോട്ടെ. ഇതുവരെ ലോക്കോ കൊണ്ട് പിടിപ്പിച്ചെന്ന് തോന്നുന്നു. അപ്പോൾ ലെറ്റ്സ് സിറ്റ് ഹിയർ. അല്ലാണ്ട് ഇപ്പം എന്നാ ചെയ്യുക, നെറ്റ്ഫ്ലിക്സ് കാണാം. അങ്ങനെ സമയം 8:30 കഴിഞ്ഞ് നമ്മുടെ വണ്ടി വിട്ടു. ഞാനിവിടെ എന്താ ചെയ്യുക, നമുക്കിവിടെ നെറ്റ്ഫ്ലിക്സ് കാണാൻ, അല്ലാണ്ട് ഇപ്പോൾ എന്താ ചെയ്യുക, വേറെ ഒന്നും ചെയ്യാനില്ല. അയ്യോ, ഇത് നമ്മുടെ ട്രെയിനിൻ്റെ ബാക്ക് സൈഡ്. അത് നോക്കി, ഈ ഡോറ് തുറന്നു പോകുന്നുണ്ടോ, ട്രാക്ക് കാണാം. നോക്കി, എൻ്റെ അമ്മേ, ഈ ഡോറ് തുറന്നു പറഞ്ഞാൽ ട്രാക്കിലേക്ക് ചാടാമല്ലോ. അതുപോലെ ട്രെയിനിൻ്റെ ബാക്ക്. എന്ത് ചെയ്തെന്ന്, എന്തുകൂടെ ഇത് ഇങ്ങനെയൊക്കെ തുറക്കാൻ പറ്റുമോ ഈ ഡോറ്? അടിപൊളി. അടച്ചു. ഞാൻ എത്ര നേരമായെന്നറിയാം ഞാൻ അതിനകത്ത് ഒറ്റയ്ക്ക് ഇരിക്കുന്നു. ഭ്രാന്ത് പിടിക്കുന്നുണ്ട് സത്യം പറഞ്ഞാൽ. എനിക്ക് പേടിയാവുന്നുണ്ട്. നോക്കി, ഒറ്റ മനുഷ്യനില്ലാത്ത ഈ ട്രെയിനിൽ കഴിഞ്ഞ 2.5 മണിക്കൂറായിട്ട് ഞാൻ ഇവിടെ ഇങ്ങനെ ഇരിക്കുകയാണ്. നോക്ക്, ഒറ്റ മനുഷ്യനില്ല. രാത്രി 10 മണി ആയപ്പോഴത്തേക്കിനും ഇവർ ഇവരുടെ ബാറും സംഭവങ്ങളൊക്കെ, ഫുഡും കാര്യങ്ങളൊക്കെ അടച്ചിട്ട് അവരെങ്ങോട്ടോ പോയി. ഞാൻ ഈ ട്രെയിനിൻ്റെ മുമ്പിൽ വരെ ഞാൻ നടന്ന് കാണിച്ചു തരാം എന്താ അവസ്ഥ എന്നുള്ളത്. വൻ ശോകമാണ്. അതായത് ശോകമെന്നല്ല, ആക്ച്വലി ഇവർ ഈ ട്രെയിൻ ഓടിക്കുന്നുണ്ടല്ലോ എന്നുള്ളതാണ്. ഞങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, കാലിയായിട്ടും ഒരു മനുഷ്യനില്ലാതെ ഇവർ ഈ ട്രെയിന് 250 കിലോമീറ്റർ ഓടിക്കുകയല്ലേ. അതാണ് അവസ്ഥ. ഇതിൻ്റെ ഫസ്റ്റ് ക്ലാസ് ആണ് കേട്ടോ. ഫസ്റ്റ് ക്ലാസ് ഇതാണ് ഇതിൻ്റെ ഫസ്റ്റ് ക്ലാസ്. ആരുമില്ല, ഇത് ഞാൻ മാത്രമേ ഉള്ളൂ ഈ ട്രെയിനിൽ. എൻ്റെ പൊന്നെ, ഞാൻ മാത്രമല്ല, ഇതിനകത്ത് ആരും ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ. എൻ്റെ ദൈവമേ, മനുഷ്യർക്ക് സത്യം പറഞ്ഞാൽ പേടിയാകുന്നുണ്ട്. സ്റ്റാഫിനെ പോലും കാണുന്നില്ല. ഇവിടെ ഒരാളുണ്ട്. ഹായ്. ഇവിടെ ഒരാളുണ്ട്, അത് സ്റ്റാഫാണ്. അവിടെ ഒരാൾ സ്റ്റാഫാണുള്ളത്. പിന്നെ നമ്മൾ ഇതിൻ്റെ 3ാമത്തെ കോച്ചാണ്. ഇവിടെ കുറച്ച് ആൾക്കാരുണ്ട് കേട്ടോ. ഇതിനകത്ത് ഇത് 3rd ക്ലാസ്. ഇതിനകത്താണ് കുറച്ച് ആൾക്കാരുള്ളത്. എനിക്ക് എൻ്റെ പൊന്നു ഭാഗ്യം. ഇതിനകത്ത് കുറച്ച് ആൾക്കാരുണ്ട്, കുറച്ച് പിള്ളേർ സെറ്റുണ്ട് ഇവിടെ. വേറെ ആരുമില്ല ഇതിനകത്ത്, അത്രേ ഉള്ളു. എൻ്റെ പൊന്നു, ഇത് കുറച്ചും കൂടെ ബെറ്റർ സീറ്റാണ്. ഞാനവിടെ റെസ്റ്റോറൻറ്റിൽ ഇരുന്നുകൊണ്ടാണ് വേറെ ആരും കാണാതിരുന്നത്. അയ്യോ, ഇല്ലാന്നുണ്ടെങ്കിൽ ഞാൻ വിചാരിച്ചു ഞാൻ ഒറ്റയ്ക്കാണെന്ന്. എൻ്റെ പൊന്നെ, എന്നാലും ഇത് ഭയങ്കര കേട്ടോ. എന്തായാലും ഇത്രയും വിജനമായിട്ടുള്ളൊരു ട്രെയിൻ എന്ന് പറയുമ്പോഴത്തേക്കിനും ദാറ്റ്സ് റിയലി സംതിങ് വിച്ച് ഈസ്, എന്താ പറയുക, ഒരു ഇത്. പുള്ളി അവിടുത്തെ സ്റ്റാഫാണ് ഇതിനകത്തിരിക്കുന്നത്. ഒരു മനുഷ്യനില്ലാതെ ഈ 2 കോച്ചിൽ ഞാൻ മാത്രമേ ഉള്ളൂ. ഈ ട്രെയിനിൽ മൊത്തത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഈ 3 കോച്ചിലായിട്ട് ഈ 250 കിലോമീറ്റർ പോകുന്ന ട്രെയിനിൽ ഒരു 10-30 പേരെ ഉണ്ടാവുള്ളൂ. അതിൽ കൂടുതൽ ആൾക്കാരും ഇല്ല. ഈ 250 കിലോമീറ്ററിനിടയ്ക്ക് ഇതിനിടയ്ക്കാകെ 3 സ്റ്റോപ്പേ ഉള്ളൂ. അതിൽ കൂടുതലൊന്നും ഇല്ല. മനസ്സിലായില്ലേ? അതാണ് അവസ്ഥ. അവിടെ പോയി കുറച്ച് ആൾക്കാരെ കണ്ടപ്പോഴാണ് എനിക്ക് സമാധാനമായത്. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ പേടിച്ചുറച്ചിരിച്ച് ഇരിക്കേണ്ടി വന്നേനെ. അങ്ങനെ ഞാൻ ഇവിടെ നിന്ന് ഉറങ്ങുമായിരുന്നു കേട്ടോ. എത്തിയെന്നും പറഞ്ഞുകൊണ്ട് ഒരാൾ എന്നെ വന്ന് വിളിച്ച്. അതുകൊണ്ട് ഞാൻ എണീറ്റില്ല. അതുകൊണ്ട് ഞാൻ ഉറങ്ങിപ്പോയേനെ. ഉറക്കം വന്നിട്ട് ഞാൻ 500 കിലോമീറ്റർ ട്രാവൽ ചെയ്തെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുമോ? 500 കിലോമീറ്റർ യാത്ര എന്ന് പറഞ്ഞാൽ 5 കിലോമീറ്റേഴ്സ് 2 ട്രെയിനിലായിട്ട്. ഉച്ചയ്ക്ക് 1:30 കയറിയതാ. 2:30 അല്ല 3:30 കയറിയതാ. 4:30, 5:00, 6:00, 7:00, 8:00, 9:00, 10:00, 11:30, 3, 6, 8 മണിക്കൂർ കൊണ്ട് 500 കിലോമീറ്റർ. പ്രിറ്റി ഗുഡ് മാൻ. തുറന്നു. അയ്യോ, താങ്ക് യു ഗായ്സ്. അങ്ങനെ രാത്രിക്ക് ഞാനിവിടെ അരാടെന്ന് പറഞ്ഞ സ്ഥലത്ത് വന്ന് ഇറങ്ങിയിരിക്കുകയാണ്. ഇതും കുഞ്ഞ് റെയിൽവേ സ്റ്റേഷനാണല്ലോ. ഇതിന് എങ്ങനത്തെ സ്ഥലമാണെന്ന് പുറത്തിറങ്ങുമ്പോൾ അറിയാം. അരാട് ഇവിടെ ആളുകളൊക്കെ ട്രെയിൻ ക്ലീൻ ചെയ്യാൻ വേണ്ടി കയറിയിട്ടുണ്ട്. ഇതെങ്ങനെ ഇതിൻ്റെ പുറത്തേക്ക് ഇറങ്ങാൻ? എക്സിറ്റ് എവിടെയാണ്? വേർ ഇസ് ദ എക്സിറ്റ്?
ഓക്കെ സോ ഫൈനലി ഞാൻ ഐ ഫൗണ്ട് ദ എക്സിറ്റ് ഫുൾ. പുറത്ത് നല്ല ഭംഗി കേട്ടോ, റെയിൽവേ സ്റ്റേഷനൊക്കെ അടിപൊളി കേട്ടോ പുറത്തിറങ്ങി കഴിഞ്ഞാൽ. ഇറ്റ്സ് നൈസ്. ഞാൻ booking.com തപ്പിയിട്ട് ഞാനിവിടെ ഒരു ഹോട്ടൽ, എൻ്റെ ഫോണിപ്പോൾ ഓഫ് ആവുമല്ലോ. booking.com തപ്പിയിട്ട് ഞാനിവിടെ ഒരു ഹോട്ടൽ ബുക്ക് ചെയ്തായിരുന്നു. ദാറ്റ് ഈസ് എന്താ പേര്, അരാഡ് ഹോട്ടൽ മാക്സിം. അപ്പോൾ നമുക്ക് ബോൾട്ട് ബുക്ക് ചെയ്യാം. അതിപ്പോൾ ഇവിടെ നിന്നൊരു 2-3 കിലോമീറ്റർ ഉണ്ട്. ഈ സ്റ്റേഷൻ കൊള്ളാട്ടോ. ഇത് ഒരു ഗോത്തിക് സ്റ്റൈലിലെ ഒരു ബിൽഡിങ്. നമ്മൾ പഴയ ചർച്ച് കാണത്തില്ലേ, അതേപോലെ തന്നെയുള്ള ഒരു ഗോത്തിക് സ്റ്റൈലിലെ ഒരു ബിൽഡിങ്. നമ്മൾ നാളെ ഇവിടെ നിന്ന് തിരിച്ചു പോകുമല്ലോ, അന്നേരം ഞാൻ കാണിക്കാം എങ്ങനെ അവസ്ഥ എന്നുള്ളത്, എന്താ അവസ്ഥ എന്നുള്ളത്. എൻ്റെ മുമ്പിൽ ഇവിടെ ഒരു പഴയ ഒരു കോച്ച് ഇവിടെ കിടപ്പുണ്ട്. എനിക്ക് പഴയ ഒരു സ്റ്റീം ലോക്കോ ഇവിടെ കിടപ്പുണ്ട്. കോച്ചല്ല, സ്റ്റീം ലോക്കോ. ഇവിടെ ഏത് ടാക്സി ബുക്ക് ചെയ്താലും 13 ലൈ ആണ് റേറ്റ്. 13 ലൈ എന്ന് പറഞ്ഞാൽ അപ്രോക്സിമേറ്റ് 200-250 രൂപ വരും. യൂറോപ്പിൽ ചില സ്ഥലങ്ങളിലൊക്കെ വന്നു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, ഒരു 8 മണി 9 മണി കഴിഞ്ഞാൽ പിന്നെ ഭക്ഷണം പോലും കഴിക്കാൻ കിട്ടത്തില്ല. അപ്പോൾ ഞാൻ ജസ്റ്റ് വെറുതെ ഒന്ന് നോക്കിയതാണ് റെസ്റ്റോറൻറ്റ്സ് നിയർ ബൈ എന്നും പറഞ്ഞുണ്ട്. നോക്കിയപ്പോഴത്തേക്കിന് എവറിത്തിങ് ഈസ് ക്ലോസ്ഡ്, ഒന്നുമില്ല, എല്ലാം പൂട്ടിക്കിടക്കാം. ഒറ്റയ്ക്ക് ഇല്ല, വേറെ 1-2 പേര് ആ ട്രെയിനിൽ വന്ന ആൾക്കാരൊക്കെ, അവരെയൊക്കെ പിക്ക് ചെയ്യാനോട് ആൾക്കാർ വരുന്നുണ്ട്. അതായത് സ്റ്റുഡൻസ് ആയിരുന്നു, അവർ എവിടെ നിന്നോ വരുന്ന സ്റ്റുഡൻസ് ആയിരുന്നു. അവരെ പിക്ക് ചെയ്യാനൊക്കെ അവരുടെ പേരൻസ് വന്ന് പിക്ക് ചെയ്തുകൊണ്ട് പോയി. വേർ ഇസ് മൈ കാർ? AR91NWM, ഒരു വൈറ്റ് അന്തലോ, ഡാസിയ ലോഗൻ വൈറ്റ്. ഓ മൈ കാർ ഈസ് ഹിയർ. യെസ് ബ്രോസ്, ഹൗ ആർ യു? Yeah, thank you. Thank you, brother. Thank you. Oh, me. അയ്യോ, അങ്ങനെ രാത്രിയിൽ 12:30 മണിയായി. ഞാനിവിടെ ഹോട്ടലിന് മുമ്പിലെത്തി. മാക്സിം ഹോട്ടൽ. ഇവരുടെ ചെക്കിൻ 12 മണിക്ക് ക്ലോസ് ചെയ്യുന്നതാണ് എഴുതിയിരുന്നത്. ഞാനിവർക്ക് മെസ്സേജ് അയച്ചിരുന്നു booking.com ആപ്പ് വഴി. ഞാൻ 12:30 വരുള്ളൂ എന്നും പറഞ്ഞുണ്ട്. ഹായ്, ഹലോ, ഹൗ ആർ യു? അങ്ങനെ റൂം കിട്ടി. റൂമിന് 3800 രൂപയായി. 3800 രൂപ. അയ്യോ, ഇവിടെ ലിഫ്റ്റ് ഇല്ല. ഞാൻ രാത്രി ഈ ബാഗും പിടിച്ചോണ്ട് ഈ സ്റ്റെപ്പെല്ലാം കയറണം. ടയേർഡാണ്. എങ്ങനെയെങ്കിലും ഒന്ന് കുളിച്ചിട്ട് കിടന്നുറങ്ങിയാൽ മതി, അത്ര ടയേർഡാണ്. എൻ്റെ ബാഗിൽ മണിയൊക്കെ അടിക്കുന്നുണ്ടോ, മണി അടിച്ചുകൊണ്ട് നടക്കുന്നത് മൊത്തം. ഓക്കെ, ദിസ് ഈസ് മൈ റൂം ഫോർ ടുനൈറ്റ്. അയ്യോ, 3500 രൂപയ്ക്ക് 3500 രൂപയായി. 3500 രൂപ ഈ റൂം കൂടുതലാണെന്ന് വെച്ചാൽ ഒരിക്കലും കൂടുതലല്ല. ഇവിടെയൊക്കെ ഭയങ്കര റേറ്റായി. ഇനി അങ്ങോട്ട് റൂമിൻ്റെ റേറ്റൊക്കെ ഭയങ്കര റേറ്റാണ്. എൻ്റെ അമ്മ ഒന്നും പറയണ്ട. അപ്പോൾ ദിസ് ഈസ് മൈ ബാത്റൂം, നോട്ട് ബാഡ്. പിന്നെ ഇവിടെ നിന്ന് ഒരു കുപ്പി വെള്ളം പോലും നമുക്ക് കിട്ടില്ല. വെള്ളം എല്ലാം പൈസ കൊടുത്ത് വാങ്ങേണ്ടി വരും. ഇതിവിടെ താഴെ ഇതിനകത്ത് ഒരു ഫ്രിഡ്ജുണ്ട്, മിനി ബാറുണ്ട്, അതിനകത്തുണ്ടായിരുന്ന വെള്ളമാണ്. ഇതിന് 100 രൂപ വരും ഏകദേശം. 100 രൂപ നമ്മൾ 100 രൂപ കൊടുക്കണം ഈ രൂപ വെള്ളത്തിന്. സോ ദാറ്റ്സ് ഇറ്റ് അബൌട്ട് ഗൈസ്. സോ ഐ എം വെരി ടയർഡ് ടുഡേ. അപ്പോൾ നാളെ നമുക്ക് ഹംഗറി കയറണം. ഹംഗറിയിൽ ബുദാപെസ്റ്റിലേക്ക് പോകണമെന്നാണ് പ്ലാൻ. എങ്ങനെ പോകണമെന്നൊന്നും പ്ലാൻ ചെയ്തിട്ടില്ല. ഇവിടെ നിന്ന് എന്തെങ്കിലും കുറച്ച് ട്രെയിനുകളുണ്ട്, പകൽ 3-4 ട്രെയിനുകളുണ്ട്. സോ ഏതെങ്കിലും ഒരു ട്രെയിൻ എടുത്തിട്ട് രാവിലെ എണീക്കുന്നതനുസരിച്ചിട്ട് പോകാം. എനിവേ, ഗുഡ് നൈറ്റ്. എന്തായാലും രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട്, മിസ് ചെയ്യാൻ പാടില്ല. ബ്രേക്ക്ഫാസ്റ്റ് ഫ്രീ ആണല്ലോ. അപ്പോൾ ബൈ ബൈ ഗൈസ്, സീ യു.